UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വീട്ടുജോലിക്കാരോടുള്ള അറബികളുടെ മനോഭാവം നാളിതുവരെയായും മാറിയിട്ടില്ല. നമ്മുടെ വീട്ടുജോലിക്കാർക്ക് അവിടെ ലഭിക്കുന്ന 10,000 രൂപ ശമ്പളം ഇന്ന് കേരളത്തിൽ പലയിടത്തും ലഭ്യമാണ്. ഈ സാഹചര്യത്തിൽ എന്തിനാണ് പീഡനങ്ങൾ ഏറ്റുവാങ്ങുവാൻ വേണ്ടി മാത്രമായി നാം ഗൾഫിലേക്ക് യാത്രയാവുന്നത്? ഈ ചോദ്യം നിങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ പ്രവാസ ലോകത്തിന്റെ അധ്യായം ഇവിടെ ആരംഭിക്കുകയായി. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. കേരള കലാകേന്ദ്രം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച അന്തർദേശീയ വനിതാ ദിനാഘോഷം നിയമസഭാ സ്പീക്കർ ജി കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിലെ പ്രമുഖരായ വനിതകളെ ആദരിക്കുന്നതിനായി കേരള കലാകേന്ദ്രം ഏർപ്പെടുത്തിയ ശ്രീരത്ന പുരസ്കാരങ്ങൾ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ സ്പീക്കർ സമ്മാനിച്ചു. അഗ്നി മിസൈൽ പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ ടെസി തോമസ്, നൃത്ത സംവിധായിക കലാമണ്ഡലം വിമല മേനോൻ, അജ്മാനിലെ അൽ ഗറഫ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഡയറക്ടർ ഡോക്ടർ വന്ദന ഭാസ്കർ, കൊച്ചിയിലെ ഡ്രീം ഫ്ലവർ ഹൗസിംഗ് പ്രോജക്ട് മാനേജിംഗ് ഡയറക്ടർ പ്രിയ ഭാസിൽ എന്നിവരെ ശ്രീരത്ന അവാർഡുകൾ നൽകി ആദരിച്ചു. മുൻ മന്ത്രി PK ശ്രീമതി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുഖ്യാതിഥിയായിരുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ VS ശിവകുമാർ മുഖ്യപ്രസംഗവും കെൽട്രോൺ ചെയർമാൻ ഡോക്ടർ GC ഗോപാലപിള്ള ആശംസാ പ്രസംഗവും നടത്തി. കേരള കലാകേന്ദ്രം ജനറൽ സെക്രട്ടറി K ആനന്ദകുമാർ സ്വാഗതം ആശംസിച്ചു. R രഞ്ജിത കൃതജ്ഞത പ്രകടിപ്പിച്ചു. KS പ്രവീൺകുമാർ, അഡ്വക്കേറ്റ് ശശി പരവൂർ, PM അഹമ്മദ് കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ഉത്തർപ്രദേശിലെ കാൺപൂർ സ്വദേശി ഗായത്രി ദേവി കഴിഞ്ഞ ജൂലൈയിൽ സൗദിയിൽ വീട്ടുജോലിക്കായി എത്തി. 9 മാസം ജോലി ചെയ്തിട്ടും ആകെ ശമ്പളമായി ലഭിച്ചത് 600 റിയാൽ മാത്രം. ശമ്പളം ചോദിക്കുമ്പോൾ വീട്ടുടമസ്ഥൻ തന്നെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നുവെന്ന് ഗായത്രി പറയുന്നു. കടുത്ത ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ഗായത്രി കുഞ്ഞുങ്ങളുടെ പട്ടിണി മാറ്റാനും അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കുവാനുമായിട്ടാണ് വീട്ടുജോലിക്കായി ഇവിടെ എത്തിയത്. എന്നാൽ നാട്ടിൽ കുടുംബവുമായി ബന്ധപ്പെടാനോ കുഞ്ഞുങ്ങളുടെ വിവരങ്ങൾ അറിയാനോ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഗായത്രി ഇവിടെ. ഒരു ദിവസം മാർക്കറ്റിൽ പോയ സമയം അവരറിയാതെ രക്ഷപ്പെട്ട് ഗായത്രി ദേവി പോലീസ് സ്റ്റേഷനിലും പിന്നീട് തർഹയിലും എത്തി. നവയുഗം ജീവകാരുണ്യ പ്രവർത്തക സഫിയ അജിത് തർഹീലിൽ നിന്ന് ഗായത്രിയുടെ ഫിംഗർ പ്രിന്റിന്റെ സഹായത്തോടെ സ്പോൺസറിനെ കണ്ടെത്തി സ്പോൺസറുമായി സംസാരിച്ചു. സഫിയയുടെയും തർഹീൽ ഉദ്യോഗസ്ഥരുടെയും ആവശ്യപ്രകാരം എക്സിറ്റ് അടിച്ച പാസ്പോർട്ടും ടിക്കറ്റും 4,450 റിയാലും ഗായത്രിക്ക് നൽകാൻ സ്പോൺസർ തയ്യാറായി. കഴിഞ്ഞ ദിവസത്തെ ജെറ്റ് എയർവേസിൽ ഗായത്രി ദേവി നാട്ടിലേക്ക് മടങ്ങി. 10 വർഷം മുൻപ് ഗൾഫിലേക്കെന്നും പറഞ്ഞ് ബോംബെയിലേക്ക് പോയ കല്ലറ പാങ്ങോട് സ്വദേശി ഹക്കീമിനെ തേടിയാണ് അദ്ദേഹത്തിന്റെ ഉമ്മയും ജ്യേഷ്ഠനും ഇവിടെ എത്തിയിരിക്കുന്നത്. 4 വർഷത്തോളം അദ്ദേഹം മസ്കറ്റിൽ ഒരു തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നു എന്നിവർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം ഹക്കീമിന് എന്ത് സംഭവിച്ചുവെന്നോ ഹക്കീം ഇപ്പോൾ എവിടെയാണെന്നോ ഇവർക്കറിയില്ല. ഹക്കീമിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഈ കുടുംബത്തോട് നമുക്ക് ചോദിച്ചറിയാം. ഹക്കീം വീട്ടിൽ പറഞ്ഞിട്ടല്ലേ പോയത്? ആദ്യം മസ്കറ്റിലായിരുന്നു. അത് മാമ വിസ എടുത്ത് കൊടുത്താണ് കൊണ്ടുപോയത്. നാട്ടിലേക്ക് വന്നു. അവിടെ വന്ന് കല്ലറ മൊഹീദ്ദീൻ പള്ളിക്ക് അടുത്ത് ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. വാങ്ങി അങ്ങനെ നിന്ന് വിവാഹം ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ അതിനുള്ള ശ്രമം നടത്തിയിരുന്നു. അങ്ങനെ നടക്കാതെ വന്നപ്പോൾ അത് വസ്തു കൊടുത്തു. ആ ക്യാഷും കൊണ്ടാണ് ബോംബെയിൽ നിന്നും വിസ ആരാ കൊടുക്കാമെന്ന് പറഞ്ഞു, ട്രാവൽസിൽ നിന്ന്. അങ്ങനെ ഈ പൈസ കൊണ്ട് അങ്ങനെയാണ് പോകുന്നത്. പിന്നെ പോയതിനു ശേഷം പിന്നെ ഒരു വിവരം വിദ്യാഭ്യാസം ഉണ്ട്. 5ാം ക്ലാസ് 8ാം ക്ലാസ് വരെ പഠിച്ചു. അപ്പൊ 10 വർഷം മുമ്പാണ്. 10 വർഷം ബോംബെയിൽ ചെന്നിട്ട് വിളിച്ചോ? വിളിച്ചില്ല. ബോംബെയിൽ നിന്ന് അങ്ങോട്ട് മസ്കറ്റിലേക്ക് പോയി എന്ന് ആരെങ്കിലും പറഞ്ഞോ? മസ്കറ്റിലല്ല, സൗദിയിലേക്കാണ് പോകുന്നത്. പോയിട്ടുണ്ടോ? ഇല്ല. 10 വർഷമായി. അല്ല, ഞാൻ ചോദിച്ചതല്ല, ഈ 10 വർഷത്തിന് മുമ്പ് പോയല്ലോ, ബോംബെക്ക് പോയല്ലോ, ഗൾഫിലേക്ക് പോകാന്നുണ്ട് 5 സെന്റ് വിറ്റിട്ട്. ആ വിറ്റ് പോയതിന് ശേഷം വിറ്റല്ല പോയത്, അത് മാമ ആദ്യം കൊണ്ടുപോയത് എന്റെ സഹോദരനാണ് കൊണ്ടുപോയത്. സഹോദരൻ കൊണ്ടുപോയി 3 വർഷം അവിടെ നിന്ന്. അതല്ലേ ഞാൻ പറഞ്ഞു, അതിന് ശേഷം വന്നിട്ടാണല്ലോ 5 സെന്റ് സ്ഥലം വാങ്ങിച്ചത്. 5 സെന്റ് ആ 5 സെന്റ് വിറ്റിട്ടാണല്ലോ വീണ്ടും പോകുന്നത്, ബോംബെക്ക് പോകുന്നത്. അതിനുശേഷം വിളിച്ചോന്നാ ചോദിച്ചു? ഇല്ല. ബോംബെയിൽ എത്തിയതിന് ശേഷം വിളിച്ചിട്ടേ ഇല്ല. പിന്നെ ആരാ പറഞ്ഞു 4 വർഷം ഇവിടെ ഉണ്ടായിരുന്നു മസ്കത്തിൽ? അവിടെ ഉണ്ടായിരുന്നു മസ്കറ്റിലെ 10 വർഷത്തേക്ക് മുമ്പാണ്. ഈ 10 വർഷത്തിന് ശേഷം എവിടെയുണ്ടെന്ന് യാതൊരു നിശ്ചയമില്ല. ഗൾഫിൽ പോയിട്ടുള്ളതിന് ഒരു ഇതുമില്ല. ബോംബെയിൽ എവിടെയെങ്കിലും ചെന്നാലും ഒരു ഇതുമില്ല. ഒരു വിവരമില്ല ഹക്കീമിനെ കുറിച്ച്. ഹക്കീം കല്യാണം കഴിച്ചിട്ടുമില്ല, ഒന്നുമില്ല.
അപ്പോൾ നിങ്ങൾ ആരോടും അന്വേഷിച്ചിട്ടില്ല ഹക്കീമിനെ? അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞു? അന്വേഷിച്ചു, ദൂരദർശനിൽ കൊടുത്ത് ഫോട്ടോ കാണിച്ചു. പിന്നെ ഹക്കീമിന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, വേറെ വീട്ടിൽ നിന്ന് നല്ലതുപോലെ തന്നെ രാവിലെ ഇറങ്ങി പോയത്. വേറെ ദുശീലങ്ങളൊന്നും വേറെ ഈ പള്ളികളിൽ പോയിരിക്കുക ഒന്നുമില്ല, ഒരു തരത്തിലുള്ളതില്ല. അപ്പോ വിവാഹം കഴിക്കാത്തതിന്റെ ഒരു ദുഃഖം ഉണ്ടായിരുന്നോ ഹക്കീമിന്? ഇല്ല, പോയി ഇനി ഒരു യാത്രയോടെ പോയിട്ട് വന്നിട്ട്. എത്രാമത്തെ വയസ്സിൽ ഹക്കീം ഇപ്പൊ ഒടുവിൽ പോകുന്ന? 27 വയസ്സിലാണ്. 27 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് പോവാപ്പോ 27 വയസ്സ്. ഇപ്പൊ 37 വയസ്സായി. ഹക്കീം വരേണ്ട സമയമായിരിക്കും. അവങ്ങളിവിടെ വരാൻ കാരണം ഹക്കീം ബോംബെയിലോ ഗൾഫിലോ എവിടെയെങ്കിലും ഉണ്ടാവും. കുറച്ച് പൈസ ഉണ്ടായിരുന്നല്ലോ കയ്യിൽ അല്ലേ? 75,000 കയ്യിലുണ്ടായി. ഒരു വിവരമില്ല അതിനുശേഷം. ഹക്കീം അങ്ങനെ വീട്ടിലേക്ക് വിളിക്കാതിരിക്കുന്ന ഒരാളാണ്. ഇല്ല, അതിനുശേഷം ഇങ്ങനെ തിരക്കി നടന്നാണ് പാപ്പ മരിച്ചനകയും അവൻ അറിഞ്ഞിട്ടില്ല, വിളിച്ചിട്ടുമില്ല, എവിടെയാണെന്നും ഒന്നും അറിഞ്ഞില്ല. വീട്ടിലെല്ലാ സാധനങ്ങളും മേടിച്ച് തന്ന് 2 മാസത്തേക്ക് മേടിച്ച് തന്നിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അവനെ കണ്ടെത്തണമെന്ന് പറഞ്ഞാണ് വന്നത്. എത്ര മക്കളമ്മ? 3 ആമക്കൾ. മൂത്തത്. അതിന്റെ താഴെ ഹക്കീം. എൻ്റെ താഴെ ഹക്കീം. അതിന്റെ താഴെ ഇപ്പോൾ ഒരാളുണ്ട്. ഇതിപ്പോ ഹക്കീമിന്റെ മകനാണ്. ഇതെന്റെ മകനാണ്. അമ്മ ആരെ കൂടെ? ഇവരെ കൂടെ? ഇളയ മോൻ്റെ കൂടെയും ഇവരെ കൂടെയും കൂടെ തന്നെ ഒക്കെ ആയിരുന്നു. 3 ആൺകുട്ടികളാണോ? 3 ആൺകുട്ടികളാണ്. അലിതാണ് രണ്ടാമത്താണ് എന്നെ പോയത്. അപ്പൊ ഹക്കീമിനെ നമുക്ക് കൊണ്ടുവരണം. നോക്കാം. പ്രവാസലോകം പ്രേക്ഷകരോടുള്ള ഒരു അഭ്യർത്ഥനയാണ്, അതുപോലെ ഹക്കീമിനോടും. ഹക്കീം ഇന്ത്യയുടെ ഏതോ നഗരത്തിൽ, പ്രത്യേകിച്ച് ബോംബെ പോലെയുള്ള നഗരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹക്കീം പോയത്. ഹക്കീം പോയതിന് ശേഷം യാതൊരു വിവരവുമില്ല. ഹക്കീമിൻ്റെ കയ്യിൽ നല്ല പൈസയാണ്. അന്നത്തെ 10 വർഷം മുമ്പ് 75,000 രൂപ എന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ടൊരു സംഖ്യയായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതാണ് എനിക്കൊരു ഭയം തോന്നിയത്. ഒരു വിവരമില്ല ഹക്കീം. ഹക്കീമിനെ കാത്തിരിക്കുകയാണ് ഉമ്മ. ഉപ്പ മരിച്ചിരിക്കുന്നു ഹക്കീം. ബോംബെയിൽ നിന്ന് ഗൾഫിലേക്ക് പോയോ എന്നും അറിയില്ല. ഈ ഭാഗത്തുനിന്ന് ധാരാളം പേര് ബോംബെയിലുമുണ്ട്, അതുപോലെ തന്നെ ഗൾഫ് നാടുകളിലൊക്കെ ഉള്ള സ്ഥലമാണ് അല്ലേ നിങ്ങളുടെ നാട്. അവരാരും ഹക്കീമിനെ കണ്ടതായിട്ട് ഇതുവരെ ഈ കുടുംബത്തെ അറിയിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഹക്കീം ഈ പ്രോഗ്രാം കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകത്ത് നഷ്ടപ്പെടുന്ന മനുഷ്യരെ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയ ഒരു പ്രോഗ്രാമാണ് പ്രവാസ ലോകം എന്ന് പറയാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കഴിഞ്ഞ 14 വർഷമായിട്ട് കൈരളി TV-യിൽ ഇത് നിരന്തരമായിട്ട് പ്രക്ഷേപണം ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. വളരെ അത്ഭുതകരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഇത് പലപ്പോഴും നടത്തിയിട്ടുള്ളത്. ഇത് ആരൊക്കെയോ എവിടെയൊക്കെയോ മിസ് ചെയ്യാതെ കാണുന്നു, കണ്ടെത്തുന്നു. ഇങ്ങനെയുള്ള ഒരു അപൂർവമായിട്ടുള്ള ഒരു സംഭവമായിട്ട് പരിണമിച്ചത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഹക്കീമിനെ കണ്ടെത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത് 3 പ്രാവശ്യം കൈരളി TV-യിൽ പ്രക്ഷേപണം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഹക്കീം പ്രത്യക്ഷപ്പെട്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഹക്കീമിൻ്റെ വീട്ടിലേക്ക് വിളിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രത്യാശിക്കുന്നു. ഹക്കീമിന് നാട്ടിലേക്ക് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി. എന്നെയോ റഫീഖിനെയോ വിളിച്ചാൽ എന്തെല്ലാം സഹായങ്ങൾ വേണമെങ്കിലും ചെയ്യും. പ്രവാസ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട ഹക്കീമാണ് എന്ന് പറഞ്ഞാൽ ഏത് ആളുകളും നിങ്ങളെ സഹായിക്കും. കാരണം അത്തരത്തിലുള്ള മനുഷ്യരുടെ വിഷയങ്ങൾ വളരെ ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളെന്ന് ലോകത്തെമ്പാടും അറിയാം. ലോകം മുഴുവൻ ഇന്ന് ഹക്കീമിനെ ശ്രദ്ധിക്കുന്നുണ്ടാവും ഈ പ്രവാസ ലോകത്തിലൂടെ. ഹക്കീം തീർച്ചയായിട്ടും തിരിച്ചു വരണം. ഹക്കീമിനെ കണ്ടെത്തുന്നവർ കഴിയുന്നതും വേഗം ഞങ്ങളെ അറിയിക്കുകയോ അവരുടെ കുടുംബത്തെ അറിയിക്കുകയോ ചെയ്യണം. തീർച്ചയായിട്ടും 10 വർഷം ഒരു നീണ്ട കാലഘട്ടമാണ് എങ്കിൽ കൂടി ജീവിതം ഇനിയും
തുടങ്ങാനുള്ള വയസ്സേ ഹക്കീമിനായിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹക്കീം ദയവ് ചെയ്ത് തിരിച്ചു വരിക, സ്വന്തം നാട്ടിൽ കുടുംബത്തോടൊപ്പം ചേരുക, ഉമ്മയെ സമാധാനിപ്പിക്കുക, ജ്യേഷ്ഠന്മാർ സഹോദരങ്ങളെ സമാധാനിപ്പിക്കുക, അതുപ്രകാരം കൈരളിക്കും സന്തോഷം നൽകുക എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഹക്കീം തിരിച്ചു വരിക, ഉമ്മ ധൈര്യമായിട്ട് പോകും കേട്ടാ. കുവൈറ്റിലെ എംബസിയിൽ അകപ്പെട്ട രാഖിയെക്കുറിച്ചുള്ള അന്വേഷണം പ്രവാസ ലോകം സംപ്രേഷണം ചെയ്തത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകുമല്ലോ. 90,000 രൂപ ഏജന്റിനും കൊടുത്തു, പിന്നെ 200 കടി അവിടെ നിന്ന് രാഖിയുടെ വാങ്ങി. ഒരു 45,000 രൂപ അടുക്കെ ഏകദേശം 1.5 ലക്ഷം രൂപ ഏജന്റ് കിട്ടിയാണ്. എന്നിട്ട് അവിടെ നിന്ന് പാസ്പോർട്ട് കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കണമെന്നില്ല, പിന്നെയും കാശ് വേണമെന്നാണ് പറയണത്. എംബസിയുടെ സഹായത്തോടു കൂടി തന്നെ രാഖിയെ ഞങ്ങൾ നാട്ടിലെത്തിച്ചു. നാട്ടിലെത്തിയ രാഖി സന്തോഷം പങ്കുവയ്ക്കുകയാണ് ഇവിടെ. ഹലോ ഹലോ, ആരാണ്? അതെ, ഞാൻ ചിത്രയുടെ അനിയത്തി രാഖി കുവൈറ്റിലായിരുന്നു. അപ്പൊ എനിക്ക് വേണ്ടി ചെയ്തെന്ന് പറഞ്ഞ്. രാഖി എന്നാ എത്തിയത്? ഞാൻ 7-ാം തീയതി വന്ന്. ആണോ, രാവിലെ എത്തിയില്ലേ? ഞാൻ എംബസിന്ന് മെയിൽ കണ്ടായിരുന്നു, ദോഹ വഴി ഫ്ലൈറ്റിന് വരുന്നു പറയട്ടെ. അല്ല, അവര് ആ ടിവിയിൽ വന്നതിന് ശേഷം പെട്ടെന്ന് അവര് പേപ്പർ ശരിയാക്കി തോന്നുന്നുണ്ടല്ലേ? ഇനിയും അവിടെ കുറെ പേരുണ്ട് എംബസിയില്, 13 പേരോളം ഉണ്ട്. ആണല്ലേ? അജിത് കുമാരിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നതില്. അജിത ചേച്ചി ഉണ്ട്. പിന്നെ മറ്റു പേരുകൾ ആരുടെങ്കിലും പേരുകൾ ഓർമ്മയുണ്ടോ? പിന്നെ ഇപ്പൊ കുറെ പേർക്ക് ഫിംഗർ വന്നിട്ടുണ്ട്. ആണോ? അജിത അല്ലാതെ മറ്റുള്ളവരുടെ പേരുകൾ ബീനയുണ്ടോ? ബീനെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ പോന്നിട്ട് വന്നാന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു ലിസി ഉണ്ട്, ലിസി ജോണി, ശകുന്തള, സെൽമ. ഈ ലിസി ജോണിയൊക്കെ എന്ന് പറഞ്ഞാൽ 5 വർഷം അവിടെ നിന്നിട്ട് വീട്ടിൽ നിന്ന് വിടാഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നതാണ് എംബസിയിലേക്ക്. എന്നിട്ടൊന്നും ആയിട്ടില്ലെന്ന് പറയണ്ടായിരുന്നു. എംബസി ഇവിടത്തെ ഇന്ത്യൻ എംബസി വലിയ സ്ട്രോങ് ഒന്നും അല്ലെന്നേ കുവൈറ്റില. രാഖി അവിടെ 1 വർഷത്തോളം നിന്നല്ലോ അല്ലെ? 1 വർഷത്തോളം രാഖി അവിടെ നിൽക്കേണ്ടി വന്നല്ലോ അല്ലെ? ഞാൻ ഈ എംബസിയിൽ 5 മാസം നിൽക്കേണ്ടി വന്നു എനിക്ക്. ഞാൻ 5 മാസമല്ലേ ജോലി ചെയ്തുള്ളൂ. എന്തായാലും സന്തോഷം, നാട്ടിലെത്തിയല്ലോ. കഴിഞ്ഞ 10 വർഷമായി ബഹ്റിനിലുള്ള കൊല്ലം ഓച്ചിറ സ്വദേശി രാധാകൃഷ്ണൻ ഗൾഫിൽ പോയതിനു ശേഷം ഇന്ന് വരെ നാട്ടിലെത്തിയിട്ടില്ല. ഇളയ കുഞ്ഞിന് വെറും 30 ദിവസം മാത്രം പ്രായമുള്ളപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. ഇദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് ഭാര്യ ലീലാമ്മയ്ക്കും ഒരു വിവരവുമില്ല. ഫോൺ ചെയ്യുകയോ കാശ് അയക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് ഇവരുടെ പരാതി. അദ്ദേഹത്തിൻ്റെ മക്കൾ അച്ഛൻ്റെ തിരിച്ചുവരവും കാത്തിരിക്കുകയാണ്. രാധാകൃഷ്ണനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ കുടുംബത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. രാധാകൃഷ്ണൻ 10 വർഷമായിട്ട് വിളിക്കാറില്ല. 5 മാസം കൊണ്ട് വിളിക്കാറുമില്ല, വയസ്സായി 5 മാസം കൊണ്ട് വിളിക്കാറുമില്ല. 10 വർഷമായിട്ട് വന്നിട്ടില്ല. ബഹ്റൈനിലുണ്ട് ആള്. ബഹ്റൈൻ ഇപ്പം മുക്കുപാറ എന്ന സ്ഥലത്താണ്. മുക്കുപാറ എവിടെ? ബഹ്റൈൻ മുക്കുപാറ. ബഹ്റൈനിൽ ഇപ്പൊ ചെറിയ സ്ഥലല്ലേ, ഒരു വിളിയില്ല. വിളിക്കുകയോ ചെയ്യും, വിളിക്കുന്നുണ്ട്. 5 മാസമായി വിളിച്ചിട്ടും പൈസ വന്നിട്ട്. എന്താ വരാത്തത്? പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയെന്നാണ്. പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയിട്ടും അതൊക്കെ നോണ പറയണതാ. വരാമെന്ന് പറയും, ഓണത്തിന് വരാം. കിട്ടിയ കാശ് അയക്കുവോ? കാശ് അയക്കുമായിരുന്നു, 2 മാസം കൂടി ഇരിക്കുമ്പോൾ അയക്കുമായിരുന്നു. ഇപ്പൊ 5 മാസമായി അയച്ചിട്ട്. മക്കളൊക്കെ 2 പേരാ? 2. ഇയാളെത്തല്ല പഠിക്കണത്? 6-ലോട്ടാ? ഇയാളോ? 7-ലോട്ട്. ജോലി ഉണ്ടോ? ജോലിയൊന്നുമില്ല. ഇതിനു മുമ്പ് ഇതുപോലെ ഒത്തിരി ഗ്യാപ്പ് വന്നിട്ടുണ്ടോ? വിളിക്കാതിരിക്കുക, ഇങ്ങനെ 4-5 മാസം കൂടി വിളിക്കാതിരിക്കും. ഇടയ്ക്കൊക്കെ വിളിക്കാതിരുന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ വിളിക്കും, ഇങ്ങനെ വിളിക്കാതിരിക്കും. പിന്നെ ഇപ്പൊ ഈ ഇങ്ങനത്തെ ഒക്കെ ഇതുള്ള ആൾക്കാർ പിന്നെ സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോവുക. അതിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ വല്ലാതെ ബേജാറായിട്ടൊന്നും കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇതിന് ഏതെങ്കിലും തരത്തിൽ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. രാധാകൃഷ്ണൻ അവിടെ ഉണ്ട്, യാതൊരു പ്രശ്നമില്ല. സഹോദരങ്ങളും ഉണ്ട്. അപ്പൊ അവർക്ക് അദ്ദേഹത്തിനൊന്നും ഇല്ല എന്നുള്ളത് അറിയില്ല. അവരൊന്നും പറഞ്ഞിട്ട് കൂട്ടാക്കാൻ ഉണ്ടാവില്ല. ആരും പറഞ്ഞാൽ കേൾക്കുന്ന സ്വഭാവമില്ല. ടിക്കറ്റ് എടുത്ത് വിടാമെന്ന് പറയുന്നുണ്ട്, പക്ഷെ പുള്ളി വരാൻ മനസ്സില്ല. അപ്പൊ അവസാനത്തെ രാധാകൃഷ്ണ, ഇതാണ് അവസാനത്തെ വഴി രാധാകൃഷ്ണ തിരിച്ചു കൊണ്ടുവരുന്നത്. കാരണം വേറൊരു വഴിയില്ല. അതൊക്കെ അവർ നോക്കിയിട്ടുണ്ട്. അവരുടെ ബന്ധുക്കളും എല്ലാ വഴിയും നോക്കിയിട്ട് ഒരു ഗത്യന്തരമില്ലായപ്പോഴാണ്
എൻ്റെ അടുത്ത് വന്നല്ലോ ഞാൻ തന്നെ കൊണ്ടുവരും ഉറപ്പാണ്. കാരണം ഒരു പരിപാടി എൻ്റെ അടുത്ത് നടക്കില്ല വേറെ ഇല്ല. എനിക്ക് ഇഷ്ടം പോലെ ആളുണ്ട് അവിടെ. കാരണം വന്ന് പൊക്കിയെടുത്ത് കൊടുന്ന് നാട്ടിലേക്ക് കയറ്റും. വേഗം പോരെ, അതാ നല്ലത് മര്യാദയ്ക്ക്. മനസ്സിലായില്ലേ? രാധാകൃഷ്ണൻ ഇത് പ്രക്ഷേപണം ചെയ്ത് 2 ആഴ്ചക്കുള്ളിൽ വന്നില്ലെങ്കിൽ എൻ്റെ ആളുകൾ നിങ്ങളുടെ അടുത്ത് വരും. ഒരുപാട് ആളുണ്ട് എനിക്ക് പറയില്ല. അറിയോ രാധാകൃഷ്ണൻ? കുറച്ചൊന്നുമല്ല, അവിടെ ഒരുപാട് പ്രവർത്തകരുണ്ട് പ്രവാസ ലോകത്തിൽ. അവരൊക്കെ രാധാകൃഷ്ണൻ്റെ അടുത്ത് വന്ന് ആ കുഴപ്പമുണ്ടാവും. അപ്പോൾ മദ്യപാനമൊക്കെ അങ്ങ് നിന്ന് വരും. മനസ്സിലായില്ലേ? പാവക അതൊന്നും വേണ്ട, ധൈര്യമായിട്ട് നാട്ടിലേക്ക് പോരെ. ഭാര്യ 10 വർഷമായി കാത്തിരിക്കുന്നത്. സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ള അവിടെയുള്ള ആളുകളോടൊക്കെ പറയാനുള്ളത് രാധാകൃഷ്ണൻ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ വലിയ കുഴപ്പത്തിൽ ചാടും. രാധാകൃഷ്ണൻ നാട്ടിൽ വരേണ്ടി വരും തീർച്ചയായിട്ടും. അപ്പോൾ പ്രവാസ ലോകത്തിൻ്റെ പ്രവർത്തകർ ബഹ്റൈനിൽ വളരെ ശക്തമായിട്ടുള്ളവരാണ്. നിങ്ങൾക്കധികം കേസൊന്നും തരാറില്ല. രാധാകൃഷ്ണനെ പോലത്തെ അപൂർവ കേസുകളാണ് നിങ്ങളുടെ അടുത്ത് വരാറുള്ളത്. അതുകൊണ്ട് രാധാകൃഷ്ണൻ്റെ അടുത്ത് പോയി ഏതെല്ലാം തരത്തിൽ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാവോ ആ നിലയിലൊക്കെ മനസ്സിലാക്കുക. മര്യാദക്ക് പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണോ അതൊക്കെ. രാധാകൃഷ്ണൻ വേഗം വരണം. ഞാനും ചിലപ്പോൾ ഇടയ്ക്ക് ബഹ്റൈനിൽ വന്നുകൂടാന്നില്ല. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട. അതാണ് ഏറ്റവും വലിയ ലഹരിയും സ്നേഹമൊക്കെ അവരുമായിട്ട് കൂടുമ്പോഴല്ലേ മക്കളായിട്ടും കുടുംബമായിട്ടും ബന്ധുക്കളായിട്ടൊക്കെ നാട്ടിലേക്ക് തിരിച്ചു പോവാം. നിങ്ങളെ സ്നേഹനിധിയായ കുടുംബാംഗങ്ങളെല്ലാവരും കാത്തിരിക്കുന്നു. നിങ്ങളും നല്ല മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നത്. മദ്യം ഉണ്ടാവുന്ന കുഴപ്പം മാത്രമേ ഉള്ളൂ. വീട്ടിലേക്കൊക്കെ കുറേശ്ശെ പൈസ ഒക്കെ അയക്കുന്നുണ്ടല്ലേ, ഇടയ്ക്കൊക്കെ അയക്കാറുള്ള ഒരാളാണല്ലോ. അപ്പോൾ അത്ര മോശം ആളല്ല നിങ്ങൾ. രാധാകൃഷ്ണൻ വരണം കേട്ടോ, വളരെ വേഗം വരണം. ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തമ്മിൽ തെറ്റണ്ട. അതുകൊണ്ട് സ്നേഹത്തിൽ രാധാകൃഷ്ണൻ നാട്ടിൽ വന്ന് കുടുംബത്തോടൊപ്പം നിൽക്കണം. എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ പ്രവാസ ലോക പ്രവർത്തകരോട് പറഞ്ഞാൽ മതി. പറ മോള് പറ. അത്യാവശ്യം വരണതാണ്. അത്യാവശ്യം വരണം, വേഗം വരണം. രാഹുൽ അവിടെ ഉറക്കം പറ. അല്ലെങ്കിൽ വലുതായ കുഴപ്പമുണ്ടാകുന്നു. രാവിലെ വലുതായാൽ അച്ഛന് വയസ്സാകും അപ്പോഴേക്കും. അപ്പോൾ രാവിലെ പറഞ്ഞേക്ക് ഞാൻ എൻ്റെ നിറം എടുക്കുമെന്ന് പറഞ്ഞേക്ക്, വേഗം പോരാ പറഞ്ഞു. ശരി, ഓക്കെ. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെ കുറിച്ചുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ യാത്ര. ഇത് തികച്ചും സൗജന്യവുമാണ്. കാണാതാകുന്ന വ്യക്തിയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്നയാളിൻ്റെ അഡ്രസ്, ഫോൺ നമ്പർ തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് pravasaloகம்@gmail.com. സ്വപ്നങ്ങളുടെ ഭാണ്ഡവുമായി കടൽ കടക്കുന്നവർക്ക് ഒരു കൈത്താങ്ങാവുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ എല്ലാ പ്രേക്ഷകരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അധ്യായത്തിനായി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.